നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. തുടരും സിനിമയുടെ വ്യാജപതിപ്പ് ടൂറിസ്റ്റ് ബസ്സിൽ പ്രദർശിപ്പിച്ചു. തിയേറ്ററിൽ വലിയ വിജയമായി പ്രദർശനം തുടരുമ്പോഴാണ് സിനിമയുടെ വ്യാജപതിപ്പ് വീണ്ടും വില്ലനായി എത്തുന്നത്. വാഗമണ്ണിലേക്ക് പോയ ടൂറിസ്റ്റ് ബസ്സിലാണ് തുടരുമിന്റെ വ്യാജപതിപ്പ് പ്രദർശിപ്പിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകാനൊരുങ്ങുകയാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ. വ്യാജപതിപ്പിനെതിരെ നിയമപരമായി മുന്നോട്ടു പോകുമെന്ന് നിർമ്മാതാവ് എം രഞ്ജിത്ത് പ്രതികരിച്ചു. സിനിമയുടെ വ്യാജപതിപ്പ് വ്യാപകമായി പ്രചരിക്കുന്നതായി നേരത്തെയും വാർത്തകൾ വന്നിരുന്നു. സിനിമ ബോക്സ് ഓഫീസിൽ 100 കോടിയും നേടി മുന്നേറുന്നതിനിടെ വ്യാജപതിപ്പ് പുറത്തിറങ്ങിയത് അണിയറ പ്രവർത്തകരിലും സിനിമാ ലോകത്തും ആശങ്ക പടർത്തിയിരിക്കുകയാണ്. നേരത്തെ ഒരു വെബ്സൈറ്റിലൂടെയാണ് തുടരും വ്യാജപതിപ്പ് പുറത്തു വന്നത്. ഇതിന്റെ വീഡിയോ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. അടുത്തിടെ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിച്ച ചിത്രങ്ങളും ഇക്കൂട്ടത്തിലുണ്ട്. ഈ ചിത്രങ്ങളുടെ വ്യാജപതിപ്പുകൾ ടെലഗ്രാം ഗ്രൂപ്പുകളിലും പ്രചരിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ് വിവരം. നേരത്തെ എമ്പുരാൻ, മാർക്കോ തുടങ്ങിയ ചിത്രങ്ങളുടെയും വ്യാജപതിപ്പുകൾ റിലീസിന് തൊട്ടു പിന്നാലെ പ്രചരിപ്പിച്ചിരുന്നു. അടുത്തിടെ പൈറസി തടയുന്നതിന് ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അറിയിച്ചിരുന്നു. നിയമസംരക്ഷണ സംവിധാനങ്ങളോടൊപ്പം പ്രൊഫഷണൽ എത്തിക്കൽ ഹാക്കർമാരുടെ ഒരു പ്രത്യേക സംഘത്തെയും അസോസിയേഷൻ ചുമതലപ്പെടുത്തിയതായാണ് അസോസിയേഷൻ അറിയിച്ചിരിക്കുന്നത്. വ്യാജ ചലച്ചിത്ര പതിപ്പുകൾ കാണുന്നതും പങ്കിടുന്നതും സൈബർ കുറ്റകൃത്യവും കോപ്പിറൈറ്റ് ലംഘനവുമാണെന്നും അതിനാൽ ഇത്തരം പ്രവൃത്തികൾ ഏർപ്പെടുന്നവർക്ക് ജയിൽ ശിക്ഷ അടക്കമുള്ള കർശനമായ നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നും സംഘടന അറിയിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ തുടരുമിന്റെ വ്യാജപതിപ്പ് പുറത്തു വന്നത് കൂടുതൽ ശക്തമായ നടപടികളുടെ ആവശ്യകതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്നാണ് സിനിമാ പ്രേമികളുടെ അഭിപ്രായം.